ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞാൻ പഴനി തീർത്ഥാടനത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. 2 ദിവസത്തെ യാത്രയായിരുന്നു. 2-ാം തീയതി പോയി 3-ാം തീയതി തിരിച്ചെത്തി. ഇത് ഒരു കൂട്ടം ഭക്തജനങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു യാത്ര. ആദ്യം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം, മലയാലപ്പുഴ ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ തൊഴുതതിന് ശേഷം ഇത് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. 11 മണിക്ക് അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും പോയി തൊഴാനുള്ള ശ്രമത്തിലാണ്. ഇവിടെയാണ് ശബരിമല സീസണിൽ പേട്ടതുള്ളൽ നടക്കുന്നത്. പേട്ടതുള്ളൽ നടക്കുന്ന എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ് ഇത്. ഇനിയിപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് എല്ലാ അമ്പലങ്ങളും ഉച്ചയ്ക്ക് അടയ്ക്കുന്നത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കമ്പം തേനി വഴി പോകാൻ തീരുമാനിച്ചു. കമ്പം തേനി വഴിയാകുമ്പോൾ ഒരുപാട് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണുകയും അധികം ചൂടും അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അതുവഴി പോവുകയാണ്. നല്ല രസമുള്ള യാത്രയായിരുന്നു കമ്പം തേനി വഴിയുള്ള യാത്ര. ഒരുപാട് കാടുകളും തേയിലത്തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കൂടുതലും തേയിലത്തോട്ടങ്ങളാണ്, ഓരോരോ കമ്പനികളുടെ വകയായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് വീഡിയോ എടുത്ത് എല്ലാ വീഡിയോയും നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, എങ്കിലും കുറച്ചൊക്കെ ഞാനിതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോരോ കമ്പനികളുടെ വകയായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. പിന്നീട് ഞങ്ങൾ AVT തേയിലയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് എല്ലാവരും കയറി കാണുകയും ഫോട്ടോയൊക്കെ എടുക്കുകയും തേയിലത്തോട്ടത്തിലൂടെയുള്ള ഫോട്ടോകളും ഒക്കെ എടുക്കാനും ഒക്കെ പറ്റി. പിന്നീട് തേയില വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഈ കാണുന്നതൊക്കെ AVT തേയില കമ്പനി അവരുടെ തേയിലത്തോട്ടങ്ങളാണ്. ഇത് നമുക്കിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ തേയില ചെടികൾ കാണുന്നതിന് വളരെ മനോഹരമായ കാഴ്ചയാണ്. പിന്നീട് ഇതിനുള്ളിലോട്ട് കയറാൻ പാടില്ല, അവിടെ മുള്ളിവേലി ഇട്ടിരിക്കുകയായിരുന്നു. ഇത് AVTയുടെ ആ തേയില വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റാണ്. എല്ലാവരും തേയിലയൊക്കെ വാങ്ങിച്ച്, തേയിലയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്. തേയിലയ്ക്ക് 1 കിലോ തേയിലയ്ക്ക് 240 രൂപയായിരുന്നു വില. 120 രൂപയുടെ പാക്കറ്റുകളാണ് ഇത്, 1/2 കിലോ പാക്കറ്റുകളാണ്. ബസ്സിലുള്ള എല്ലാവരും തേയിലയും കാപ്പിപ്പൊടിയൊക്കെ വാങ്ങി. ഞാനും 2-3 കവറ് തേയില വാങ്ങിയിട്ടുണ്ട്. പിന്നീട് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഇതുപോലെ മുന്തിരിത്തോട്ടങ്ങളുടെ കാഴ്ചകളായിരുന്നു. അങ്ങനെ MSR മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഇറങ്ങി. എല്ലാവർക്കും ഫ്രീ ആയിട്ട് മുന്തിരിത്തോട്ടം കാണാൻ കഴിഞ്ഞു. കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇതിലൊന്നും തൊടാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തേയിലത്തോട്ടം കണ്ടതിനേക്കാളും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു മുന്തിരിത്തോട്ടം കാണുന്നതിന്. അത് പല സ്റ്റേജിലായിട്ടാണ്. ഒന്ന് മുന്തിരി നട്ടേക്കുന്നത്, പിന്നെ മുന്തിരിയുടെ പൂ മാത്രം പിടിച്ച് നിൽക്കുന്നത്, പിന്നീട് ഇതുപോലെ പച്ച മുന്തിരിങ്ങ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് മുന്തിരിങ്ങ പാടത്ത് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് കാണാൻ പറ്റും. നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. എല്ലാവരും വീഡിയോയും ഫോട്ടോയും എടുക്കുന്നതിനുള്ള തിരക്കിലാണ്. ഇതെല്ലാം പച്ച മുന്തിരിങ്ങയാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നല്ല വിളഞ്ഞ് പഴുത്ത് പാക്ക് ചെയ്യാൻ പറിക്കാറായ മുന്തിരിങ്ങ നിൽപ്പുണ്ട്. കണ്ടോ, വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. കമ്പം തേനി വഴി പോകുന്ന ആർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ അവിടെ ഇറങ്ങി മുന്തിരിത്തോട്ടം കാണാൻ മറക്കരുത്. പിന്നീട് മുന്തിരിങ്ങയ്ക്ക് വിലക്കുറവായിരുന്നു. 100 രൂപയ്ക്ക് നമുക്ക് ഒരുപാട് മുന്തിരിങ്ങ കിട്ടി. അതുപോലെ പിന്നെ ജ്യൂസ്, അതിൻ്റെ തന്നെ സ്ക്വാഷും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഞങ്ങൾ കുറച്ച് മുന്തിരിങ്ങ വാങ്ങിയുള്ളൂ. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് തോനെ വാങ്ങിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം വണ്ടിയിൽ വെച്ച് പെട്ടെന്ന് കേടായിപ്പോയി. ഒരുപാട് പേര് വാങ്ങിച്ചവരുടെയൊക്കെ കേടായിപ്പോയി. പിന്നെ വണ്ടിയിലിരുന്ന് കുറേയൊക്കെ കഴിച്ച് നല്ല മധുരമുള്ള നല്ല മുന്തിരിങ്ങയായിരുന്നു. എന്തായാലും ഇതൊരു നല്ലൊരു കാഴ്ചയും നല്ലൊരു അനുഭവമായിരുന്നു മുന്തിരിപ്പാടത്തിലൂടെയുള്ള കാഴ്ച. അതിനുശേഷം വൈകിട്ട് ഒരു 7:30യോടുകൂടി ഞങ്ങൾ പളനിയിലെത്തി. പളനിയാണ് ആ കാണുന്നത്. നല്ല നക്ഷത്രങ്ങൾ മിന്നി നിൽക്കുന്ന കണക്ക് നമുക്ക് അടിവാരത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. നന്നായിട്ട് അത് ഫോട്ടോ എടുക്കാൻ കിട്ടത്തില്ല രാത്രിയിലായതുകൊണ്ട്, എങ്കിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് രാത്രിയിൽ പളനിയിലോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നീട് എല്ലാവരും അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടവർക്കൊക്കെ രാത്രിയിൽ ഷോപ്പിംഗ് ചെയ്യാൻ സൗകര്യം.
പളനിയിൽ അവിടെ അടിവാരത്തിൽ തമിഴ് നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് എന്തോ ഒരു പരിപാടി നടത്തുകയാണ്. ഇത് പളനി ക്ഷേത്രത്തിൻ്റെ മുൻവാതിലാണ് ഈ കാണുന്നത്. ഇതിന് താഴെയാണ് ഗണപതി കോവിൽ. ഗണപതി കോവിൽ കഴിഞ്ഞാണ് നമ്മൾ പളനിയിൽ ഉള്ളിലോട്ട് കയറി പോകുന്നത്. അങ്ങനെ പളനിയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ റൂമിലെത്തി. ഇവിടെ റൂം കിട്ടാൻ നല്ല പാടാണ്, ഒരുപാട് റഷാണ്. ഇപ്പം ഈ സീസൺ ടൈം ആയതുകൊണ്ട് ഒരുപാട് പാടുപെട്ട് റൂമൊക്കെ കിട്ടാൻ. ഇത് 1200 രൂപയുടെ റൂമാണ്. ഒരുവിധം വൃത്തിയൊക്കെ ഉള്ളൊരു റൂം കിട്ടി. റൂമിന് വലിയ തിരക്കാണ് അവിടെ. പിറ്റേന്ന് രാവിലെ എല്ലാവരും പളനിയിൽ കയറാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ കൂടെ വന്ന സ്വാമിയാണ് എല്ലാവർക്കും കാവടിയൊക്കെ പൂജിച്ച് നൽകുന്നത്. അങ്ങനെ പാൽക്കാവടി, ഭസ്മക്കാവടി, പിന്നെ പാൽക്കുട ഇവയെല്ലാം എടുക്കുന്നവരുണ്ട്. പിന്നെ തല മൊട്ടയടിക്കുന്നവർ രാവിലെ പോയി തലമുണ്ടനം ചെയ്ത് ചന്ദനമൊക്കെ തേച്ച് നമ്മുടെ കൂടെ പളനിയിലേക്ക് കയറാനായിട്ട് വരും. ഇത് പാൽക്കുടം എടുക്കുന്നവരാണ്. എല്ലാവരും ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കാവടി എടുത്തു. 3 തരം കാവടി എടുക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അവരവരുടെ നേർച്ചയ്ക്ക് അനുസരിച്ചുള്ള കാവടിയാണ് എടുക്കേണ്ടത്. ഇത് തലേ ദിവസമേ വിളിച്ച് പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കും, ഇത്ര കാവടി വേണമെന്ന്. ഒരു ബസ്സിലുള്ള ഒത്തിരി പേരുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ രാവിലെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും കാവടി എടുക്കുന്നതിനുള്ള തിരക്കിലാണ്. പാൽക്കാവടി, ഭസ്മക്കാവടി, പിന്നെ സാധാരണ കാവടി, പൂക്കാവടി, അങ്ങനെ 3-4 രീതിയിലുള്ള കാവടികളുണ്ട്. അതൊക്കെ അവരവർക്ക് എന്തൊക്കെയാണ് നേർച്ചയെന്ന് വെച്ചാൽ അതുപോലത്തെ കാവടി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ ഒക്കില്ല. എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണേൽ അതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഗുരുവായൂരെ പോലെ തന്നെ എല്ലാം ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാക്കി പളനി അടിവാരത്തെല്ലാം വെച്ചിട്ട് വേണം. നമ്മൾ മുകളിൽ ഒരു ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം വരെ കുഴപ്പമില്ലായിരുന്നു, ഈ വർഷമാണ് ഇങ്ങനെ ഇതായത്. ഞങ്ങളെല്ലാവരും പളനിയിലോട്ട് പോകുന്ന ഇത് കാണിക്കുക. ഇത് പഴനിയിലെ കൗണ്ടറുകളാണ്. താഴത്തെ അവിടെ എല്ലാം അടിവാരത്തിലെല്ലാം ഇപ്പം കൗണ്ടറുകൾ, പഴനി ദേവസ്വത്തിൻ്റെ വകയായിട്ടുള്ള കൗണ്ടറുകൾ. ഇത് തലമുണ്ടനം ചെയ്യുന്ന സ്ഥലം ഒക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ പഴമുതിർ ചോല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് ഭഗവാൻ ഔവയാർക്ക് ദർശനം കൊടുത്ത സ്ഥലമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ മലയുടെ മുകളിലായിട്ട് ഒരു നീരുറവയുണ്ട്. അവിടുന്ന് ഒരുപാട് വെള്ളം ഇങ്ങനെ ഇത് വരും. അത് എല്ലാവരും കന്നാസിലും കുപ്പികളിലും ഒക്കെ ശേഖരിച്ച് വീട്ടുകളിൽ കൊണ്ടുപോകും. പിന്നീട് ഒരുപാട് കുരങ്ങന്മാരുള്ള സ്ഥലമായതുകൊണ്ട് മൊബൈലൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മൊബൈലൊക്കെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെങ്കോട്ടയിലുള്ള ശങ്കരൻ കോവിലാണ്. അത് രാത്രിയായി, ഒരു 7-7:30 മണിയായി അപ്പോഴവിടെ എത്തിയപ്പോൾ. എങ്കിലും അമ്പലം അടച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ കയറി തൊഴുതു. ഇത് ഒരു പൂക്കളുടെ ഹോൾസെയിൽ ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശങ്കരൻ കോവിൽ. പൂക്കൾക്കൊക്കെ വളരെ വിലക്കുറവാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ രാത്രിയിലൊരു 10-11 മണിയോടുകൂടി തിരിച്ചെത്തി. പളനി യാത്രയൊക്കെ വളരെ സുഖപ്രദമായിരുന്നു, സന്തോഷപ്രദമായിരുന്നു. നന്നായിട്ട് കാണാൻ പറ്റി, ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടി. അടുത്ത വർഷവും പളനിയിൽ പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല യാത്ര നൽകിയതിന് വളരെ ഭഗവാനോട് നന്ദി പറയുന്നു. എല്ലാം കൊണ്ടും വളരെ സന്തോഷവും സമാധാനപൂർണവുമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ പഴനി തീർത്ഥാടന യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തൽക്കാലം നിർത്തുന്നു.